ഹലോ, ഇന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല തേങ്ങ ചിക്കൻ പെരട്ടാണ്. കറിയല്ല, പെരട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് നന്നായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാള ചേർക്കാം. സവാള സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വരട്ടണം. അപ്പം സവാള ഞാനൊരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 സവാള നന്നായിട്ട് അരിഞ്ഞ് ഇതും കൂടെ നമുക്ക് ചട്ടിയിലോട്ടിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വരളുമ്പോഴത്തേനും നമുക്കതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തേങ്ങ കൊത്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ കൊത്തും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതും കൂടെ ബ്രൗണായി തേങ്ങ അതും ഒരു ചെറിയൊരു ബ്രൗണിഷൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ അതിനകത്തോട്ട് ഈ സവാളയിലോട്ട് തട്ടി അതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണേ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് പെട്ടെന്ന് തേങ്ങ വെന്തും കിട്ടും. ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗണൊക്കെ ആകുമ്പോഴത്തേനും അതിങ്ങെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി പീസസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇച്ചിരി വലിയ പീസസായിട്ടൊക്കെ ഇട്ടു. വെളുത്തുള്ളി ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അതൊന്ന് ഞാൻ വെളുത്തുള്ളി ചേർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കുഞ്ഞ് ഇഞ്ചിയും കൂടെ അതിനകത്ത് ഇട്ടാൽ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് കുഴഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത് ടൊമാറ്റോയും പച്ചമുളകും ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വാടിയപ്പോഴത്തേനും തക്കാളി, പച്ചമുളക് രണ്ടും ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം. വഴഞ്ഞ് കിട്ടുമ്പോഴത്തേനും നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേനും ഇതൊന്ന് നന്നായിട്ട് വാടിക്കിട്ടും. അപ്പോൾ വാടിക്കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പച്ച ചിക്കനിട്ട് വീണ്ടും കറി വയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയാലും എന്തായാലും മസാല ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് വഴളുമ്പോൾ ഇതിൽ നമുക്ക് മസാലയൊക്കെ ഇടാം. ഞാൻ ഓൾറെഡി ചിക്കനിൽ മസാലയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചതുകൊണ്ട് ഇനി ഈ ഉള്ളിയിൽ മസാല ഇട്ടാൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു. പിന്നെ ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, ഇത് 3ഉമാണ് ഞാൻ ചേർക്കുന്നത്. ചിക്കൻ മസാല ആവശ്യത്തിന് ചേർക്കാം. കാരണം പിന്നീട് ഞാൻ ചിക്കൻ മസാലയൊന്നും ഇടത്തില്ല. സ്പൈസസിന് ആവശ്യമായിട്ട് നമുക്ക് എത്രയാണോ സ്പൈസ് ആവശ്യം അത്രയും നമ്മൾ മസാലയൊക്കെ ചേർക്കണം. ഞാൻ കുറച്ച് കൂടുതൽ മസാല ചേർക്കും. കാരണം ഇവിടെ എല്ലാവർക്കും സ്പൈസിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ വയ്ക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കൂടെ ഇതിൻ്റെ അകത്തോട്ടിടും. അപ്പോൾ മസാല എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടും. നമ്മളല്ലാണ്ട് എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള ഒരു ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയില്ല, നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇതിനകത്ത് ആ ചിക്കൻ വെച്ചിരുന്നതിനും വെള്ളവും ഒന്നുമില്ല. ഈ ചിക്കൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ചിക്കനിലുള്ള ഓയിലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഡ്രൈ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം,
നല്ല ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കനാണ്. ആവശ്യമുള്ളത് നന്നായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ചിക്കൻ കറി, തേങ്ങയിട്ട ചിക്കൻ പെരട്ട്. അപ്പോൾ എല്ലാവരും കമൻ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.